ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും വീണ്ടും നമ്മുടെ എമ്പുരാനെ കുറിച്ച് തന്നെയുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, എമ്പുരാൻ ഇപ്പോൾ ഒരു 17 സീനുകൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ഒരാഴ്ചയോളം ഓടി ഈ പടം ഞാൻ കണ്ടതാണ്. എനിക്കിഷ്ടപ്പെട്ട പടം. പിന്നെ രാഷ്ട്രീയപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പറഞ്ഞു തരുകട്ടെ. എന്തായാലും പടം ആര് പോയി തിയേറ്ററിൽ കണ്ടാലും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. അത് തന്നെയല്ല, ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലെല്ലാം ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗ് കാര്യങ്ങളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ലാലേട്ടൻ പറഞ്ഞതിൽ തന്നെ തെറ്റ്. ലാലേട്ടൻ പറഞ്ഞാൽ മറ്റുള്ളവർ ആരെങ്കിലും ഈ പടത്തിലൂടെ വേണ്ടാത്ത ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു. അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്തതായിട്ട് തോന്നുന്ന സീൻ കട്ട് ചെയ്ത് കളയാം. അത് പൃഥ്വിരാജും ആന്യ പെരുമാറും ഷെയറും ചെയ്തു. ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിപ്പോൾ ഇവിടെ ഇത് കേരളമാണ്. കേരളത്തിൽ ജീവിച്ച് നിന്ന് പോകേണ്ട എല്ലാവർക്കും. അതിപ്പോൾ ഇതിൽ ഒരുപാട് ഞാൻ കൊമ്പത്താളാണ്, അതുകൊണ്ട് എൻ്റെ നെഞ്ചത്തിൽ കയറാമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതും കാര്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിലും മതത്തിലും കയറി കളിച്ചാൽ അത് ഒരു നല്ല കളിയല്ല. എന്നെപ്പോലുള്ളവർക്കൊന്നും ഇതൊന്നും യാതൊരു ബാധകവും ഒന്നല്ല. പക്ഷേ ഇവിടെ ഓരോരോ സംഘടനകളുണ്ട്, പല സംഘടനകളുണ്ട്, പല മതങ്ങളുണ്ട്. അത് ഐക്യം ഇത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതോട് നിൽക്കുന്ന ഒരു രീതിയല്ല ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ മതവും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഇനിയിപ്പോൾ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ലാലേട്ടന് എല്ലാം കുറവാണ് അതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിലും കാര്യമൊന്നുമില്ല. കാരണം പുള്ളി 40-47 കൊല്ലമായിട്ട് സിനിമയിലേക്കാണ്. പുള്ളി സിനിമയായിട്ട് കാണുന്നു, അല്ലാതെ അതിനത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ മതമായിട്ടോ ഒന്നും പുള്ളി കാണുന്നുള്ളൂ. അപ്പോൾ അതിൽ മതപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതൊക്കെ സീനുകളാണ് അത് കട്ട് ചെയ്ത് വന്നതെന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും പടം ഒന്ന് കണ്ടതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഒന്നുകൂടെ പണം കാണാൻ പോകുന്നുണ്ട്. കാരണം ഏതൊക്കെ സീനുകളൊന്ന് കട്ട് ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ടാണ്. അപ്പോൾ ഏതൊക്കെയും സീനുകൾ പിന്നെ ആദ്യം കാണിക്കുന്ന സീനുകളുണ്ട്. നമ്മൾ കഴിഞ്ഞു പോയതാണോ അതല്ലെങ്കിൽ ഗുജറാത്ത് സംഭവമാണോ അല്ലെങ്കിൽ ഗോത്ര സംഭവമാണോ ഇതൊന്നും നമുക്കറിയണ്ടായില്ല. നമ്മൾ സിനിമയായിട്ടാണ്. പക്ഷെ നമ്മൾ സങ്കല്പിക്കാത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു വിഷമങ്ങളുണ്ടല്ലോ. ഒരു പ്രഗ്നൻ്റ് ലേഡിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിലൊരു വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് എന്തൊക്കെയാണോ എന്താണെങ്കിലും ഞാൻ ഒന്നോടൊന്ന് പടം പോയി കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഇത് കട്ട് ചെയ്തിട്ടുള്ള സീനുകൾ ഉൾപ്പെടുത്തിയുള്ള സിനിമ വരുമെന്നാണല്ലോ പറഞ്ഞത്, അതിൻ്റെ ഫ്രണ്ട് വരുമെന്നാണല്ലോ പറയണത്. അപ്പോൾ വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഒന്നോടൊന്ന് പടം കണ്ടു നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ലാലേട്ടൻ ഇപ്പോൾ എഴുതിയ പോസ്റ്റുകളിൽ മറ്റുള്ളവർക്ക് അതിലും ലാലേട്ടനെ തെരുവ് പറഞ്ഞുകൊണ്ടുള്ള കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഒരു സിനിമ എന്തായാലും ലാലേട്ടനെ അറിയാതെ മേജർ രവി പറയാൻ പോലും ഒന്നല്ല, ലാലേട്ടനെ അറിയാതെ അല്ലെങ്കിൽ ആനെ അറിയാതെ ഒന്നും പൃഥ്വിരാജ് ഈ കഥ ഇങ്ങനെ ഉണ്ടാക്കില്ല. അത് ഇവർ 3 പേരോ പരസ്പരം അറിഞ്ഞിരിക്കാതൊന്നും കഥ ഉണ്ടാക്കണം. പക്ഷേ ഇവരത് വെറും സിനിമ എന്നുള്ള രീതിയിൽ വിട്ടു. അതല്ലെങ്കിൽ ഇത് ബിസിനസ് മൈൻഡിൽ വിട്ടു. കാരണം ബിസിനസ്സാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു 3-4 ദിവസം ഈ പടത്തിന് ഇങ്ങനെ ഒരു രീതിയിൽ പോയി കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് വച്ച് കയറും. അപ്പോൾ പിന്നെ നമ്മൾ അത് പകുതി കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീൻ വരും. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ വീണ്ടും അത് കട്ട് ചെയ്ത് ഏതാക്കിയാന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ വീണ്ടും ഇടിച്ച് കയറും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഈ പടം ഹൈ ലെവലിലേക്ക് എത്താം എന്നുള്ളൊരു ബിസിനസ് മൈൻഡോട് കൂടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറയുവാണെങ്കിലും മറ്റുള്ളവർ ചിന്തിക്കുകയാണെങ്കിലും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ പടം പോയി കാണുക. പടം നല്ല പടമാണ്.